മനുഷ്യൻ പല പാപങ്ങളും ചെയ്യുന്നത് രഹസ്യമായിട്ടാണ്. മാതാപിതാക്കൾ അറിയാതെ മക്കൾക്കും, ഭാര്യ അറിയാതെ ഭർത്താവിനും, ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്കും പാപം ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ആകാശത്തെയും ഭൂമിയെയും മറിച്ച് യാതൊരു പാപവും ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. രാത്രിയുടെ ഏകാന്തതയിൽ വിജനപ്രദേശത്ത് വെച്ച് മറ്റാരും കാണാതെ ഒരാൾക്ക് പാപം ചെയ്യുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ആ സ്ഥലത്തുണ്ടായിരുന്ന വൃക്ഷങ്ങൾ അത് കാണുന്നുണ്ടാവാം, പാറകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, ആകാശത്തിലെ നക്ഷത്രങ്ങളും ചന്ദ്രനും അത് ദർശിക്കുന്നുണ്ടായിരിക്കാം. അവയെല്ലാം പ്രസ്തുത സംഭവത്തിന് സാക്ഷികളായി ന്യായവിധി ദിവസത്തിൽ ഹാജരാകും. ഭവനത്തിന്റെ ഉള്ളറകളിൽ വെച്ചു ചെയ്ത പാപം മറ്റാരും കണ്ടില്ലെങ്കിലും ആ വീടിന്റെ കല്ലും മരവും അത് ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അവ ന്യായവിധിയിൽ പ്രസ്തുത പാപത്തിനെതിരെ സാക്ഷ്യം പറയും. കല്ലുകൾ സംസാരിക്കുന്ന ദിവസം, വൃക്ഷങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രനും സാക്ഷ്യം പറയുന്ന ദിവസം അതെത്ര ഭീകരമായിരിക്കും! ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നു എന്നത്രേ തിരുവചനം പ്രഘോഷിക്കുന്നത്. പ്രകൃതിയിലെ സചേതനവും അചേതനവുമായ സകല വസ്തുക്കളും ന്യായവിധി നാളിൽ ഹാജരാകുകയും അവ സാക്ഷ്യം പറയുകയും ചെയ്യും. പ്രവാചകനായ യേശയ്യാവ് തന്റെ ദൂത് അരുളി ചെയ്തത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്ന് അവയെ സാക്ഷിയാക്കിക്കൊണ്ടാണ്.